കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ബൈ മീ എ കോഫി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, അതിൻ്റെ ഒരു ഓഫീസ് നമ്മുടെ കോഴിക്കോട് ചെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ ആ ഉദ്ഘാടനം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യമത്തെയൊക്കെ വാർത്തകൾ വന്നപ്പോൾ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ മീറ്റ് ദ എഡിറ്റേഴ്സിലിരുന്ന് പറഞ്ഞത് ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ അദ്ദേഹം നിരവധി ട്രോള് ചെയ്യപ്പെടുകയും കളിയാക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൊന്നും അർത്ഥമില്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാ കമ്പനികളും അദ്ദേഹം അറിയണം എന്നുള്ള നിർബന്ധമൊന്നും നമ്മൾ വെക്കുന്നത് വയ്യ. പകരം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിസിറ്റ് ചെയ്ത ലോഗ് ബുക്ക് നോക്കിയപ്പോൾ ബൈ മീ എ കോഫി എന്നുള്ളത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു കോഫി ഷോപ്പ് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മിക്ക ആളുകളും, അതായത് നമ്മുടെ മറുനാടൻ ഷാജൻ അടക്കമുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് രംഗത്തേക്ക് വരികയും ഈ പറയുന്ന അരുണിന് എന്തോ അറിവില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. അരുൺ ആ കാര്യത്തെക്കുറിച്ച് പരിശോധിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പോയിട്ടുള്ള നിരവധി സ്ഥലങ്ങളിൽ പല എഞ്ചിനീയറിംഗ് കോളേജുകളും പല സ്ഥാപനങ്ങളുടെയും പേര് മാത്രം അദ്ദേഹം കേൾക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് അരുൺ തന്നെ കഴിഞ്ഞ ദിവസം തിരുത്തുകയും ചെയ്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും എപ്പോഴോ ഏതോ വീഡിയോയിൽ കോഫി ഷോപ്പ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് ഈ പ്രസ്ഥാനം അറിയാവുന്നതാണ്. പക്ഷേ ഞാനിത് കേട്ടപ്പോൾ പോലും ഒരു അരുണൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ഈ ബൈ മീ എ കോഫി എന്നുള്ളത് പോലും മുഴുവനായിട്ടും കേട്ടിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രസ്ഥാനമാണെന്നും വിചാരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ എൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് ഒഴിവാക്കാൻ കഴിയാവുന്ന ഒരു പ്രൈവറ്റ് പരിപാടിയായിരുന്നു അത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മുഖ്യമന്ത്രി ചെന്ന് അത് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നല്ല കാര്യമാണ്. അതൊരു പുതിയ കാൽവെപ്പാണ്. അവർ പണ്ടേ മുതലേ തുടങ്ങിയാണ്, 2015 തുടങ്ങിയാണ്. പുതിയ കാൽവെപ്പാണ്, വലിയ സംരംഭമാണ്, അതിലൊന്നും തെറ്റില്ല. പക്ഷേ അങ്ങനെ ചെല്ലണമായിരുന്നെങ്കിൽ ആ സമയത്ത് 5 പേർ മരിച്ചിട്ടുള്ള വീടുകളിൽ പോയി അവരെ സന്ദർശിക്കുകയും അതിനുശേഷം നിങ്ങൾ ഉദ്ഘാടനം തൽക്കാലം നടത്തിക്കോളൂ, പക്ഷേ പകരം ഞാൻ എപ്പോഴെങ്കിലും വന്ന് വിസിറ്റ് ചെയ്യാം, എന്നിട്ട് അവർക്കൊരു പ്രചോദനമാകാം എന്ന് പറയുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടായുള്ളൂ. അല്ലാതെ സ്വന്തം വീട്ടിൽ ഒരു ദുരന്തം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബൈ മീ എ കോഫിയുടെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയുന്ന നിർബന്ധം ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി വ്യക്തമായി പറയട്ടെ. അതിനിപ്പോൾ എന്ത് സംഭവമാണെങ്കിലും, ബൈ മീ കോഫി എത്ര കോടികളുടെ സംരംഭമാണെങ്കിലും ശരി, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ്. കൂടാതെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു, നിങ്ങൾ പോയതിൻ്റെ അവിടെ നിന്ന് ഒരു കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറം 5 മരണങ്ങളുണ്ടായി, അവിടേക്ക് എന്തുകൊണ്ട് പോകാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബൈ മീ എ കോഫി എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഞാനതിൻ്റെ വിശദാംശങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് മനോരമ കൊടുത്തിട്ടുണ്ട്, പകുതിയോളം. ബാക്കി പകുതി ഞാൻ നിങ്ങളോട് എൻ്റെ ഇൻഫർമേഷൻസ് കൂടി പറയാം. ലോകമാകെ ഹിറ്റായ സ്റ്റാർട്ടപ്പ് കമ്പനി ബൈ മീ എ കോഫി ചൂടുള്ള ചർച്ചയാകുന്നു. കാപ്പിക്കിടയെന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന കമ്പനിയിലൂടെ പക്ഷേ വിവിധ രാജ്യങ്ങളിലെ കണ്ടൻറ്റ് ക്രിയേറ്റർമാർ പണം സമ്പാദിക്കുന്നു. മലയാളി സഹോദരങ്ങൾ സ്ഥാപിച്ച ഈ ക്രൗഡ് ഫണ്ടിംഗ് കമ്പനിക്ക് 30 ലക്ഷത്തോളം ഉപയോക്താക്കളുണ്ട്. പ്രതിവർഷം 600 കോടി രൂപയാണ് ആപ്പിലൂടെ ശേഖരിക്കുന്നത്. ഇതവരുടെ പ്രോഫിറ്റ് ഒന്നുമല്ല കേട്ടോ. ആപ്പിലൂടെ ശേഖരിക്കുന്ന ടോട്ടൽ ഗ്രോസ് ഇൻകമാണ് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഇവർക്കുള്ളൂ. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ നല്ല ഒരു കൺസെപ്റ്റ് ആണ് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. കോഴിക്കോട് പുതിയങ്ങാടി പാലക്കട ജിജോ സണ്ണിയും അനിയൻ ജോസഫ് സണ്ണിയും ജിജോയുടെ ഭാര്യ അലീഷ ജോണുമാണ് കമ്പനി സ്ഥാപകർ. ഇവരാണ് അത് സ്ഥാപിച്ചിട്ടുള്ളത്. താമരശ്ശേരി കൈതപ്പൊയിൽ ലിസ കോളേജിൽ സൈക്കോളജി ബിരുദ പഠനത്തിലായിരുന്നു ജിജോ. ബിരുദ പഠനം ഉപേക്ഷിച്ച് പിന്നെ വിദേശത്ത് ജോലിക്ക് പോയിരുന്നു. UK എൻ്റെ ഓർമ്മ. അവർ ജോലിക്ക് പോയിരുന്നു. അപ്പോഴാണ് സംരംഭകനാകാൻ ഇറങ്ങിയത്. അതിനുശേഷം കാക്കഞ്ചേരി ഇൻഫോ പാർക്കിൽ ഓഫീസ് തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും അവഗണന നേരിട്ടു. ഇപ്പോൾ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിൽ ഇരുകൈയിൽ നീട്ടി സ്വീകരിച്ചതോടെ 2015 സ്റ്റാർട്ടപ്പ് കമ്പനി രൂപീകരിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സ്റ്റാർട്ടപ്പ് കമ്പനി രൂപീകരിച്ചത് ഇവിടെയല്ല കേട്ടോ. അവർ വിദേശത്തുള്ള കമ്പനിയായിട്ടാണ് സ്റ്റാർട്ടപ്പ് കമ്പനി രൂപീകരിച്ചത്. പക്ഷേ അതിൻ്റെ ഓഫീസ് ഇപ്പോൾ ഇവിടെ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ UK അമേരിക്കയിലും ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സെയിങ് ഉണ്ട്. ബൈ മീ എ കോഫി ഓർ ക്യാൻ യു ബൈ മീ എ ബിയർ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഇതുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്കൊരു കോഫി വാങ്ങിത്തരുമോ, ഒരു ബിയർ വാങ്ങിത്തരുമോ എന്നുള്ളതാണ്. അതിൻ്റെ എക്സാക്റ്റ് അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളൊരു കോഫി വാങ്ങിത്തരൂ എന്ന് പറഞ്ഞാൽ ഒരു കാപ്പി വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ബിയർ വാങ്ങിച്ചു കൊടുക്കണം എന്നല്ല. നിങ്ങൾക്ക് എനിക്ക് ഒരു സംഭാവന തരുമോ, നിങ്ങൾ എനിക്കൊരു കാര്യം തരുമോ, ഞാനൊരു പെർഫോമൻസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളെ എൻ്റർടൈൻ ചെയ്തു
എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ഇത്തരം വാചകങ്ങളാണ്. അപ്പോൾ ഈ വാചകങ്ങൾ വളരെ ഫേമസ് ആയതുകൊണ്ട് ആ ഫേമസ് ആയിട്ടുള്ള വാചകം തന്നെ ഇവരൊരു ബിസിനസ് ഐഡിയയാക്കി മാറ്റി എന്ന് പറയുന്ന ബ്രില്യൻസ് ഈ കുട്ടികളുടെ കയ്യിലുണ്ട്. അതിലൊരു സംശയവുമില്ല. അങ്ങനെയാണ് ഇവർ ഇത് രൂപീകരിച്ചത്. അതായത് വ്ളോഗർമാർക്കും ക്രിയേറ്റർമാർക്കുമായിട്ട് ഒരു പേജിലേക്ക് എത്തുകയും ആ പേജിൽ ബൈ മി എ കോഫി എന്ന് പറയുന്ന ഇവരുടെ ഒരു ലിങ്ക് കൊടുക്കുകയും ചെയ്താൽ ഇവരുടെ ലിങ്കിലേക്ക് ഇവരുടെ ആ ഇതിലേക്ക് ഇവർക്ക് പണം അയക്കാൻ കഴിയും. ആ പണം അയക്കുന്നതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഇവരെടുത്തിട്ട് ബാലൻസ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാ യൂട്യൂബർമാർക്കും എല്ലാ ആളുകൾക്കൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ CJPയുടെ പ്രൊട്ടസ്റ്റിന് പോലും നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം ഇത്തരത്തിലുള്ള ലിങ്കുകൾ ബൈ മി എ കോഫിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ചിരുന്നു. കാര്യം നിങ്ങൾക്ക് പിടികിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് യോഗ, പാട്ട്, ചിത്രരചന, ഫോട്ടോഗ്രാഫി തുടങ്ങിയവയിൽ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവരൊക്കെയാണ് ഈ ബൈ മി കോഫിയിലേക്ക് ആദ്യം എത്തിയത്. അപ്പോൾ അവരൊക്കെ ഇതുപോലെയുള്ള നിരവധി ആളുകൾ, ആർട്ട് പഠിപ്പിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കൂടാതെ അവർക്ക് വേണമെങ്കിൽ നേരിട്ട് പണം സ്വീകരിക്കാം. പക്ഷേ ആ പണം സ്വീകരിക്കുന്നത് കൂടാതെ യഥാർത്ഥത്തിൽ ഇത് ബൈ മി എ കോഫി എന്ന് പറയുന്ന ഒരു നിങ്ങളെനിക്കൊരു കാപ്പി വാങ്ങിച്ചു തരുമോ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസോടുകൂടി ഇവരുടെ അവിടെ രജിസ്റ്റർ ചെയ്യുകയും ഇവരുടെ ലിങ്ക് എടുത്ത് അവരുടെ ഇൻസ്റ്റാ ഐഡികളിലും അതുപോലെ ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്താൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു പണം അയക്കാം എന്നുള്ളതാണ് ആശയം. അപ്പോൾ ഒരു കാപ്പി എന്നാൽ ഒരു $5 കേട്ടോ. ഒരു കാപ്പി എന്നാൽ ഒരു $5. $5 എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്ട് 450 രൂപ അല്ലെങ്കിൽ 500 രൂപയുടെ അടുത്ത് ഇപ്പോൾ വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരാൾ ചിലപ്പോൾ 5 or 10 കാപ്പി മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അത്രയും പണം അയച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ആ വ്ളോഗറുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. 2017 മുതൽ ഇത് ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കുണ്ടായ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഈ ബൈ മി എ കോഫി എന്ന് പറയുന്ന സ്ലോഗൻ വളരെ ഫേമസ് ആയതുകൊണ്ട് പലപ്പോഴും ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്യുകയും പണം അയക്കുകയും ചെയ്തു. കൂടാതെ ഇതിലേക്ക് ജോയിൻ ചെയ്ത ആളുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇത് പേസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഫ്രീ ആയിട്ടൊരു പ്രൊമോഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ തോതിൽ മാർക്കറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ അതിന് ഭാഗമായി ഇതങ്ങോട്ട് വളർന്നപ്പോൾ സ്ട്രൈപ്പ് ഒരു പേയ്മെൻറ്റ് പാർട്ട്ണർ എന്ന നിലയിൽ ആദ്യം നിക്ഷേപകരായിട്ട് ഇവരുടെ കയ്യിലേക്ക് എത്തി. സ്ട്രൈപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പേയ്മെൻറ്റ് ആപ്പാണ്. അതുപോലെ ബോക്സ് കമ്പനി CEO ആരോൺ ലെവിയും പിന്തുണയുമായി എത്തി. അങ്ങനെ 2019 3 മാസം സാൻ ഫ്രാൻസിസ്കോയിലെ സിലിക്കൺ വാലിയിൽ പ്രവർത്തിച്ചു. 2020 കോവിഡ് വന്നതോടുകൂടി ഇവരുടെ വളർച്ച പിന്നെയും കൂടി, അതായത് വലിയ തോതിൽ ഇത് കൂടി. ഇത് കൂടാതെ അവിടെ പലപ്പോഴും അമേരിക്കയിലൊക്കെ തന്നെ വിവാദമായിട്ടുണ്ട്. അത് മനോരമ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട്. ബൈ മി എ കോഫി ഈ നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ വിവാദമാകുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ US വിവാദമായിരുന്നു. അതിൻ്റെ കാരണം അമേരിക്കൻ ആക്ടിവിസ്റ്റും ട്രംപ് അനുകൂലിയുമായിട്ടുള്ള ലോറ ലൂമറിൻ്റെ 2 വർഷം മുമ്പത്തെ എക്സ് കുറിപ്പിലൂടെയാണ് ഇത് വലിയ ഫേമസ് ആയത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോറ ലൂമർ എന്ന് പറയുന്നത് വലിയ കുടിയേറ്റം എഴുതനാണ്. ആൻറ്റി ഇമിഗ്രൻ്റ് പോളിസികളൊക്കെ വളരെ ശക്തമായി നടപ്പിലാക്കണം, ഇവരെല്ലാത്തിനെയും പറഞ്ഞു വിടണം എന്നൊക്കെ പറയുന്ന തീവ്ര നിലപാടുകാരനാണ്. അപ്പോൾ ആ തീവ്ര നിലപാടുകാരൻ തന്നെ യഥാർത്ഥത്തിൽ പേയ്പാലും അതുപോലെ വെൻമോ തുടങ്ങിയ പേയ്മെൻറ്റ് കമ്പനികൾ വിലക്കിയപ്പോൾ, അതായത് അദ്ദേഹത്തെ പേയ്പാലും വെൻമോ തുടങ്ങിയ പേയ്മെൻറ്റ് കമ്പനികളൊക്കെ അദ്ദേഹത്തെ വിലക്കുകയും അദ്ദേഹത്തോട് സഹകരിക്കാൻ വിസമ്മതിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ബൈ മി എ കോഫി വഴി സഹായിക്കുമെന്നായിരുന്നു പുള്ളിയുടെ പ്രചരണം. അപ്പോൾ ഇതിലൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ഈ പുറത്തു നിന്നുള്ള ആളുകളെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കണം, കുറച്ചുകൂടി തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണന കൊടുക്കണം എന്ന് പറയുന്ന പ്രചരണം നടത്തുന്ന ആൾ തന്നെ ഒരു വിദേശ പൗരന്മാർ, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള 2 പേർ തുടങ്ങിയിട്ടുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള 2 പേർ തുടങ്ങിയിട്ടുള്ള ഈ പറയുന്ന ബൈ മി എ കോഫി ഉപയോഗിക്കുന്നു എന്നുള്ളത് അന്ന് അവിടെ വലിയ വിവാദമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ചർച്ചയായിരുന്നു. ഇതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ VD സതീശൻ കൂടി ഈ ഘട്ടത്തിൽ ഒന്ന് സ്കോർ ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറ്റവും ലാസ്റ്റ് മനോരമ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ കുറേ കാര്യങ്ങൾ മനോരമയിലുണ്ട്, കുറേ കാര്യങ്ങൾ മനോരമയിൽ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിൻ്റെ ബേസ് അറിയാൻ വേണ്ടിയിട്ട് ഇത് എടുത്തു വെച്ചു എന്നുള്ളതും നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 2 മലയാളി സഹോദരങ്ങൾ ചേർന്ന് ആരംഭിച്ച VD സതീശൻ മുഖ്യമന്ത്രി VD സതീശൻ്റെ വാക്കുകളാണ്. 2 മലയാളി സഹോദരങ്ങൾ ചേർന്ന് ആരംഭിച്ച ബൈ മി എ കോഫിയുടെ കേരളത്തിലെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോയതിനെ കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തെന്ന തരത്തിലാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത്. പദ്ധതിക്ക് 20 രാജ്യങ്ങളിൽ ഓഫീസുണ്ട്. ഇത്തരം പുത്തൻ ആശയങ്ങളെ പദ്ധതികളാക്കി മാറ്റാൻ സർക്കാർ സഹായം നൽകും.
ഇതിന് സർക്കാരിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർ ഗ്രോ ചെയ്തോളും. ഇതൊക്കെ ചുമ്മാ ചപ്പടാച്ചിയാണ്, ഒരു സർക്കാർ സഹായവും കൊടുക്കാനും പോകുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യമുള്ളത് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും എൻ്റർടൈൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രി, താങ്കളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്യേണ്ടതാണോ എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ 3rd സ്റ്റേജിൽ നിൽക്കുന്ന അസുഖത്തിന് ചികിത്സിക്കണ്ടേ എന്ന് ചോദിച്ചാൽ ചികിത്സിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം 2018 പ്രളയമുണ്ടായപ്പോൾ അത് 16 ദിവസത്തേക്ക് മാറ്റിവെച്ചാണ് ഇവിടെ നിന്നത് എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്ന എല്ലാ പ്രൈവറ്റ് പരിപാടികളും ബൈ മീ എ കോഫിയുടെ ഉദ്ഘാടനവും അടക്കം റദ്ദ് ചെയ്തുകൊണ്ട് താങ്കൾ ഇവിടെയുള്ള ആളുകൾ, മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്വാസം കിട്ടാതെ മണ്ണിനടിയിൽ പുതഞ്ഞുപോയ ആളുകൾ, റജീന അടക്കമുള്ള ആളുകളുടെ ഡെഡ് ബോഡി തിരയുന്ന സമയത്ത് താങ്കൾ അവിടെ പോയി ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ശരിയായില്ല. ഇപ്പോൾ പോലും താങ്കൾ അറിയേണ്ടത് മുതലപ്പുഴയിലും അതുപോലെ വിഴിഞ്ഞത്തും ഒക്കെ കാണാതായിട്ടുള്ള ആളുകളെ കണ്ടെത്തിയിട്ടില്ല. ആ കണ്ടെത്താത്ത ആളുകളുടെ 6 ദിവസമായിട്ടും സ്വന്തം അച്ഛൻ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന നിരവധി പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളുള്ളപ്പോൾ സ്വന്തം വീട്ടിൽ അത്തരത്തിലൊരു ദുരന്തം നടക്കുമ്പോൾ ആ വീട്ടിലെ കാരണവരായിട്ടുള്ള മുഖ്യമന്ത്രി VD സതീശൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകരുതായിരുന്നു. അതിനുശേഷം അവിടെ അവരോട് പറയുക, ഒന്നില്ലെങ്കിൽ ഉദ്ഘാടനം 2 ദിവസത്തേക്ക് മാറ്റിവെക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് ശേഷം ഞാൻ എപ്പോഴെങ്കിലും വന്ന് നിങ്ങളെ വിസിറ്റ് ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവർക്കൊരു എനർജി പകരാം എന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അതിന് ഇപ്പോൾ അരുൺകുമാറിനോ ആർക്കെങ്കിലുമൊക്കെ പറ്റിയിട്ടുള്ള ഒരു കച്ചിത്തുരുമ്പേൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ട. താങ്കൾ ചെയ്തത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്.